പുരാണങ്ങളെല്ലാം സാധാരണക്കാരന് വേണ്ടി എഴുതിയതാണ് വ്യാസൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങൊന്ന് ആലോചിച്ച് നോക്കും, 18 പുരാണങ്ങളും അതിൻ്റെ ഉപപുരാണങ്ങളെല്ലാം സാധാരണക്കാർ പാടി നടന്നൊരു കാലമാണ് നമ്മളുടെ ഭാരതം. അപ്പോൾ അങ്ങ് പറയും നിരുക്തവും വ്യാകരണവും എല്ലാം സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്നു. ധാരണ പോഷണ ചെയ്യുന്നവനാരോ അവൻ ഭർത്ത. ഇനി അതേ ധാതുവാണ് ഭാര്യയ്ക്കും. അപ്പോൾ ധാരണ പോഷണത്തെ യാമം ചെയ്യുന്നവളാരോ അവൾ ഭാര്യ. സാധാരണ കുട്ടികൾക്ക് പോലും, ഞങ്ങളെല്ലാം ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്, ഓരോ എക്സാം കഴിയുമ്പോഴും മാർക്ക് വർദ്ധിച്ചു വരാന്നല്ലാതെ കുറയുന്നില്ല. പക്ഷേ ആ സാർ ഒരിക്കലും സിലബസ് ഓറിയന്റഡ് അല്ല. പുരുഷൻ എന്ന് പറഞ്ഞാൽ അല്ല അർത്ഥം പുരേ ശയനം കരോതി, ഇത് പുരുഷ. ഈ പുരം എന്ന് പറയുന്ന ശരീരത്തിൽ ശയനം ചെയ്യുന്നവനെ അർത്ഥമുള്ളൂ, അത് സ്ത്രീയും പുരുഷനൊന്നും അല്ല. കണ്ഠത്തിൽ ദേവി ആഭരണം ധരിച്ചിട്ടുണ്ടെങ്കിൽ ദേവി വാഗീശ്വരിയാണ്, അതുകൊണ്ട് കണ്ഠത്തിലേ ധരിക്കും. ഗതിരൂപിണിയായ ദേവി കാലിലേ ധരിക്കും. എന്താ ഔചിത്യം അതാണ്. അന്നപൂർണ്ണയായിരിക്കുന്ന ഭഗവതിയുടെ സാന്നിധ്യം ഇവിടെ ആയതുകൊണ്ട് അവിടെ ആയിരിക്കും ആഭരണത്തിന് വിശേഷത. അപ്പോൾ അത് ആചരണം കൊണ്ട് നിങ്ങൾക്കത് ബോധ്യമായാൽ നിങ്ങൾ അടുത്ത മന്ത്രസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകാം. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരം അങ്ങേടുത്ത് ഞാൻ പറഞ്ഞത്, എല്ലാവരും പറയുന്നത് അക്ഷരങ്ങളെ കൃത്യമായി നിർത്തുക. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഏകദേശം ഒരു ഐഡിയ അങ്ങ് തന്നു. പക്ഷേ ഈ ശാസ്ത്രം 90% ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നോക്കുകയാണെങ്കിൽ സാൻസ്കൃതാണ് എന്ന് പറയാം. അപ്പം ആ ഒരു നിർദ്ദേശ സമുച്ചയം അല്ലെ, അതൊരു മൊത്തത്തിലുള്ള നിർദ്ദേശത്തിൻ്റെ ഒരു കൂട്ടം ഞാൻ കുറച്ചുകൂടി സിംപ്ലിഫൈ, കാരണം എനിക്ക് എൻ്റെ എപ്പോഴുള്ളൊരു ആഗ്രഹം കാണുന്നവനത് മനസ്സിലാക്കണം. കാരണം ഒരുപാട് ബുദ്ധി അല്ലെങ്കിൽ വികാസമുള്ള ആൾക്കാർ കാണുന്നവരുണ്ട്, എന്നെപ്പോലെ വളരെ സാധാരണക്കാരായ ആൾക്കാരും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങ് പറയുന്നത് ശാസ്ത്രം 90% എഴുതപ്പെട്ടിട്ടുള്ളത് സംസ്കൃതത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ സംസ്കൃതത്തിലെ വ്യാകരണം കഴിഞ്ഞ് പോകുന്ന അടുത്തൊരു സെഗ്മെൻ്റ് ഉണ്ട്. അതിന്നും പല ആൾക്കാർക്കും നമ്മൾ പറയില്ലേ അതിൻ്റെ യുക്തി, അതിൽ സംസ്കൃതത്തിൽ പറയുന്ന വേറെ എന്താ, വ്യാകരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും വേദാംഗങ്ങളാണ്. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം. ഞാൻ ചോദിച്ചാൽ ഈ നിരുക്തം ഇന്നും വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. സത്യം, പഠിപ്പിക്കൽ അപ്രത്യക്ഷമായി കഴിഞ്ഞു ഭാരതത്തിൽ. വളരെ കോൺട്രവേഴ്ഷ്യലാണ്. കാരണം അങ്ങ് ഈ പറഞ്ഞ നിർദ്ദേശം, ഞാൻ ബാംഗ്ലൂരിൽ ഒരു എക്സാമ്പിൾ അങ്ങ് പറഞ്ഞു. ബാംഗ്ലൂർ പോകുമ്പോൾ അത് അറിയുന്ന ആൾ ആ നിർദ്ദേശം നമുക്ക് നൽകുന്നു. പക്ഷേ ഈ ശാസ്ത്രം, അത് കഴിഞ്ഞ് വ്യാകരണം കഴിഞ്ഞ് നിരുക്തം. ഈ വ്യാകരണം പോലും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. പക്ഷെ നിരുക്തം എന്നുള്ളത് ട്രഡീഷണൽ അല്ലാതെ പഠിച്ചെടുക്കാൻ കഴിയും. ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ആ ചോദ്യം പോയി, ഇന്ന് പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധിയുടെ കാലമാണ്, അല്ലെങ്കിൽ എയുടെ കാലമാണ്. ആ സമയത്ത് നിരുക്തം എന്ന് പറയുന്നത്, വ്യാകരണം എന്താ നമുക്ക് പിന്നീട് കിടക്കാം, പക്ഷെ നിരുക്തം അറിഞ്ഞാലാണ് വ്യാകരണത്തിലേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിരുക്തം എന്ന സാധനം ഒരു വലിയൊരു വിസ്ഡമാണ് അല്ലേ. കാരണം യുക്തി ഇല്ലാതെ അത് മനസ്സിലാക്കാൻ കഴിയില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനെ സ്വീകരിക്കാറില്ല സത്യം പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു സംസ്കൃത വിദ്യാർത്ഥി എന്നതിലും പ്രത്യേകിച്ച് എൻ്റെ 2 മെയിൻ സബ്ജക്റ്റുകളാണ് വ്യാകരണവും നിരുക്തവും, എൻ്റെ സ്പെഷ്യലൈസ് സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ കാരണം ഞാൻ ബേസിക്കലി എൻ്റെ FB പോസ്റ്റുകൾ കൊണ്ട് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ശാസ്ത്രം മാത്രം പറയുന്ന, ചിരിക്കാനറിയാത്ത, ഭക്തി തൊട്ട് ഉണ്ടാത്ത വിഭക്തി മാത്രം പറയുന്നതാണ്. നേരെ തിരിച്ചാണ് ഞാൻ പറയുന്ന. ഒരു 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് പോലും മനസ്സിലാകുന്ന, സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഒരു സാധനമായിരുന്നു യഥാർത്ഥത്തിൽ ഈ വ്യാകരണം നിരുക്തവും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങേക്ക് ശരിക്കും വ്യാധഗീത നടന്നിരുന്നൊരു കാലമാണ്. ഇറച്ചികെട്ടുകാരൻ സംസ്കൃതത്തിൽ ഗീത എഴുതിയിരുന്നൊരു നാടാണ് നമ്മളുടെ. പുരാണങ്ങളെല്ലാം സാധാരണക്കാരന് വേണ്ടി എഴുതിയതാണെന്ന് വ്യാസൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങൊന്ന് ആലോചിച്ച് നോക്കും, 18 പുരാണങ്ങളും അതിൻ്റെ ഉപപുരാണങ്ങളെല്ലാം സാധാരണക്കാർ പാടി നടന്നൊരു കാലമാണ് നമ്മളുടെ ഭാരതം. അപ്പോൾ അങ്ങ് പറയും നിരുക്തവും വ്യാകരണവും എല്ലാം സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്നു അല്ല. അപ്പോൾ നമ്മളുടെ സാധാരണക്കാർ പോലും അതിനെ മനസ്സിലാക്കിയിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പറയുന്നു അത് മനസ്സിലാവില്ല എന്നായതുകൊണ്ടാണ് ഒരു വിഭാഗം. അതെ, അത് ഏതോ ഒരു കാലഘട്ടത്തിൽ
എനിക്ക് തോന്നുന്നു അത് ജാതിയും മതവും എല്ലാം വരുമായിരിക്കും അതിൻ്റെ ഇടയിൽ. ഞാൻ പറയും സംതിങ് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. അതിനെ വിശദീകരിക്കാൻ പോയാൽ പലപ്പോഴും വർണ്ണാശ്രമങ്ങളും ജാതിയും മതവും വരും. ഐ എം നോട്ട് ഇൻ ദാറ്റ് പൊസിഷൻ. ഒരു അധ്യാപകൻ എന്നതിൽ ഞാനത് എടുക്കാറില്ല സാധാരണ. ഓക്കെ, ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇന്നും പരസ്പരം പറയുന്നില്ല. ഇൻ ദ പ്രാക്ടിക്കൽ സെൻസ് ഞാൻ പറയുന്നത് എൻ്റെ പരമ്പരകൾ ഭാരതത്തിൽ ആരായിക്കോട്ടെ, അത് അഖണ്ഡ ഭാരതം എടുത്താലും എനിക്ക് വിരോധമില്ല. പക്ഷേ ഇത് സാധാരണക്കാരൻ മനസ്സിലാക്കിയിരുന്ന ഒരു ഭാഷയായിരുന്നു, അവർ സംസാരിച്ചിരുന്ന ഭാഷയായിരുന്നു. എന്നുവെച്ചാൽ അർത്ഥനിർദ്ധാരണം അവർക്ക് നന്നായിട്ട് അറിയാം. ഇല്ലെങ്കിൽ വ്യാധഗീത വരില്ലല്ലോ. എന്തായാലും ഒരു ഇറച്ചി വെട്ടുകാരൻ എഴുതിയിരുന്നെങ്കിൽ, രാമായണകാലീന രാമായണം എഴുതിയിരിക്കുന്ന ഒരു വാൽമീകിയാണെങ്കിൽ, വ്യാസനൊരു സാധാരണ വ്യക്തിയായിരുന്നുവെങ്കിൽ, എൻ്റെ ഭാരതത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമായിരുന്നു ഇത്. ഏതോ ഒരു കാലഘട്ടത്തിൽ വ്യാകരണവും നിരുക്തവും എല്ലാം സാധാരണക്കാലത്ത് നിന്ന് അപ്രാപ്യമായൊരു തലത്തിലേക്ക് മാറിയതാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നു നിരുക്തം ഇത്ര കഠിനമല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വ്യാകരണത്തിൻ്റെയും നിരുക്തത്തിൻ്റെയും വ്യത്യാസം ഇത്രയേ ഉള്ളൂ പ്രേംജി. ഇപ്പോൾ വ്യാകരണത്തിൻ്റെ ഒരു പദനിഷ്പത്തി എങ്ങനെ വന്നു എന്ന് പറഞ്ഞു പോകുന്നതാണ്. ഇപ്പോൾ പിത എന്നൊരു ശബ്ദം എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ എങ്ങനെ ആ പദവൃത്തി പിതാശബ്ദം വന്നു എന്ന് പറയും. നമ്മൾ എറ്റിമോളജി കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫാദർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ലാറ്റിൽ നിന്ന് വന്നിരിക്കുന്നതെന്ന് പോകുന്നതാണ് വ്യാകരണത്തിൻ്റെ പ്രക്രിയ. ഇപ്പോൾ ഋകാരാന്തം എന്ന് പറയുന്ന ഇതിൽ നിന്ന് ഇപ്പോൾ രാമശബ്ദം എടുക്കുക, രമു എന്ന ധാതുവിൽ നിന്ന് സൂവിധിച്ച് അത് ആ പദം വരുന്നത് എങ്ങനെയെന്നാണ് വ്യാകരണം നമ്മൾ ഉണ്ടാക്കുന്നത്. ഒറിജിനൽ ആ പദവൃത്തിയാണ് നമ്മൾ വ്യാകരണത്തിലൂടെ പ്രയോഗിക്കുന്നത്. നിരുക്തം അങ്ങനെയല്ല. അത് പഠിപ്പിച്ചെടുക്കുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏറ്റവും ഞാൻ ഇടിപിടിക്കുന്നൊരു സാധനമാണ്, എല്ലായ്പ്പോഴും ഇടിപിടിക്കുന്നൊരു സാധനമാണ് ഭാര്യ ഭർത്ത. ഭരിക്കപ്പെടുന്നവളാണ്, നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഭർത്താവിനാൽ ഭരിക്കപ്പെടുന്നവളായതുകൊണ്ടാണ് ഭാര്യ എന്ന് പറയുന്നത്. ഭരണം എന്നർത്ഥത്തിൽ, അതായത് രാജാവ് ഭരിക്കുന്നത് പോലെ ഭാര്യയെ ഭരിക്കുന്നവളായതുകൊണ്ട്, ഭരിക്കപ്പെടുന്നവളായതുകൊണ്ട് ഭാര്യ. ഇത് നമ്മൾ സ്ഥിരം പറയുന്നതാണ് കേരളത്തിൽ. നിങ്ങൾക്ക് ഇവിടെയാണ് നിരുക്തത്തിൻ്റെ പ്രത്യേകത വരുന്നത്. ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇപ്പുറത്തൊരു ശബ്ദം എടുത്താൽ മതി. മാതാപിത എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിത എന്ന് പറഞ്ഞാൽ പാലന പോഷണി, പാലന പോഷണി. ഇപ്പോൾ അങ്ങൊരു പിതാവായതുകൊണ്ട്, അച്ഛനായതുകൊണ്ട് നമ്മളുടെ കുട്ടികൾക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ വരുമ്പോൾ ഒരു വ്യക്തി എന്നതിൽ നമ്മൾ രണ്ടൊരു ആൺകുട്ടികളാണ്. നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, ഒരു മകളോ മകനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സാധനമൊക്കെ എടുത്തുകൊണ്ട് പോകും. മോനുണ്ട്, നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടുപോകും. എന്നിട്ട് ഭാര്യ എടുത്ത് കൊടുത്തിട്ട് റെഡി, ഇത് മക്കൾക്ക് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുക അല്ലേ. അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ, പാരൻസ് അങ്ങനെയാണ്. അപ്പോൾ ഭാര്യ പിത എന്ന് പറയുന്നത് പാലന പോഷണി, പാലനത്തിനും പോഷണത്തിനും, എൻ്റെ കുടുംബത്തിലെ പാലനത്തിനും പോഷണത്തിനും എല്ലാ സാധനങ്ങളെയും എത്തിച്ചു കൊടുക്കുന്ന ധർമ്മമാണ് ആ സമയത്ത് അങ്ങ് ചെയ്യുന്നത് അല്ലേ. അത് ചെയ്യുന്നതായതുകൊണ്ട് പാലന പോഷണത്തിന് ആധാരമായിരിക്കുന്നുണ്ട് പിത. കിട്ടിയില്ലേ? അപ്പോൾ വീടിൻ്റെ അകത്ത് വരെ എത്തി സാധനങ്ങൾ. അപ്പോൾ മാതാവ് എന്താ ചെയ്താൽ മാനെ പരിമാണി, അങ്ങ് കൊണ്ടിരുന്ന സാധനം. ഇപ്പോൾ വീട്ടിലൊരു 5 പേര് 8 പേരുണ്ട്, കുഞ്ഞുകുട്ടി ഒരാൾ, മുത്തശ്ശൻ ഒരാൾ, മുത്തശ്ശി ഒരാൾ, മക്കൾ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും എന്ത് എത്ര എവിടെ വെച്ച് കൊടുക്കണം എന്നറിയുന്ന അമ്മയ്ക്കേ അറിയൂ. അപ്പോൾ കൊണ്ടിരുന്ന സാധനങ്ങളെ മാനം ചെയ്ത് പരിമാണം ചെയ്ത് ഓരോരുത്തർക്കും വ്യത്യസ്തമായി കൊടുക്കുന്നത് ആ സ്ത്രീ ആരോ, അവളാണ് മാതാ. മാനെ പരിമാണി, അങ്ങ് കൊണ്ടിരുന്ന സാധനത്തെ മാനം ചെയ്ത് കൊച്ചിനിത്ര, മുത്തശ്ശൻ ഇന്നത്, ഇതിങ്ങനെ അറിഞ്ഞു ചെയ്യുന്നത് ആരോ, അവൾ അമ്മ. അതുകൊണ്ട് മാതാ. ഇതാര് ചെയ്താലും അവൾ അമ്മയാണ്. അതുകൊണ്ടാണ് സ്തനദാത്രി ദുഗ്ധദാത്രി എന്നെല്ലാം പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ധർമ്മം ചെയ്യുന്നത് ആരോ, അവളെയാണ് അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചില കുട്ടികൾ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ അമ്മ, എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ അച്ഛനായിട്ട് എന്നെ വളർത്തിയിരിക്കുന്നത്. എന്താ വെച്ചാൽ ആ ധർമ്മം അത് അനുഷ്ഠിക്കുന്നത് കൊണ്ട്, ആ ധർമ്മം അമ്മയിൽ നിൽക്കുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഒന്നാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛനില്ല. അപ്പോൾ എൻ്റെ അമ്മയാണ് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ 2 ധർമ്മവും ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു പറയൂ. ഇപ്പോൾ ഭർത്താവിനാൽ ഭരിക്കപ്പെടുന്നതാണെന്ന് പറയണില്ല. ഇത് തന്നെയാണ് അവിടെയും ധാതു. ഭൃധാരണ പോഷണി. ഇപ്പോൾ നമ്മളുടെ പ്രൈം മിനിസ്റ്റർ നമ്മളെ ഭരിക്കുന്നു. എന്താ ചെയ്യുന്നത്? പിടിച്ചു വയ്ക്കുകയാണോ ചെയ്യുന്നത്? അല്ല. എന്താ ചെയ്യുന്നത്? ധാരണ പോഷണം ചെയ്യുന്നത്. ഭൃധാരണ പോഷണി. നിങ്ങളെ ധരിക്കുകയും നമ്മളുടെ പോഷണത്തെയും ചെയ്യുന്നവനാരോ ഒരു ഭരണകർത്താവ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? ഭർത്ത. ധൃധാരണ പോഷണി, ധാരണ പോഷണി ചെയ്യുന്നവനാരോ അവൻ ഭർത്ത. ഇനി അതേ ധാതുവാണ് ഭാര്യയ്ക്കും. അപ്പോൾ ധൃധാരണ പോഷണത്തെ യാമം ചെയ്യുന്നവളാരോ അവൾ ഭാര്യ. അവിടെ യുക്തി ഉപയോഗിച്ചിട്ടല്ലേ അത് മനസ്സിലാക്കുന്നത്? ഇതാണ് യുക്തി. ആ പദത്തിൻ്റെ വൃത്തി മനസ്സിലാക്കുന്ന യുക്തിയാണ്. അതിന് ധാതു അവിടെ ഉണ്ടേ. ധാരണ പോഷണേ, രണ്ടിൻ്റെയും ധാതു ഒന്നാണേ. അതാണ് നിരുക്തം എടുക്കുന്നത്. അപ്പോൾ ഏത് പദങ്ങളെടുത്താലും, അങ്ങ് ഇത് മാത്രമല്ല, ഏത് പദങ്ങളെടുത്താലും അതിൻ്റെ ഒരു യുക്തി അവിടെ കിടക്കുന്നുണ്ടാവും. ഈ യുക്തി മനസ്സിലാക്കിയിട്ട് അർത്ഥനിർദ്ധാരണം എടുത്താൽ, ഇതിനു വേണ്ടിയാണ് ആ ഭാഷ ഉണ്ടാക്കിയത്. അങ്ങേക്ക് തോന്നിയ മാതിരി അർത്ഥം എടുക്കാൻ പറ്റില്ല അതിൽ നിന്ന്. ഇന്ന് എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പദം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ഒരർത്ഥത്തെ അതിലേക്ക് ആരോപിച്ചിട്ട് അതാണെന്ന് പറയും.
സംസ്കൃതത്തിൽ അത് സാധ്യമല്ല. അതിനുവേണ്ടിയാണ് അവിടെ നിരുക്തം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. യുക്തിയാണ് അവിടുത്തെ പ്രാമാണ്യം. ഇന്നതില്ല. ഈ യുക്തിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ആ പദം ഉണ്ടായി? ഇപ്പോൾ സൂര്യ, എടാ മൂട്ടിൽ വെളിച്ചം തട്ടിയിട്ടുണ്ട്, എന്നിട്ട് നീ പണിക്ക് പോകാത്ത എന്താണെന്ന് ചോദിക്കാറില്ലേ? ഇല്ലേ? ഇത് തന്നെയാണ് സൂര്യശബ്ദത്തിൻ്റെ സുവതി കർമ്മണി ലോകം പ്രേരയതീതി സൂര്യ. കർമ്മത്തിന് പ്രേരകനായിരിക്കുന്നവനാരോ അവൻ സൂര്യൻ. എന്താ കാരണം? വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഉറങ്ങാൻ പറ്റില്ല. പോയി പണിയെടുക്കടാ. എന്താ സാധു? സുപ്രസവ ഐശ്വര്യോഹു. ഒരു സാധനത്തെ സൃഷ്ടിക്കുകയും അതിനെ മുമ്പിലേക്ക് നയിക്കുകയും ചെയ്യുന്നവൻ സൂര്യൻ. കത്തിയില്ലേ? വളരെ സിമ്പിളാണ്. അതെ. ഇപ്പോൾ സൗന്ദര്യം, ഇപ്പോൾ സൗന്ദര്യലഹരി. എന്താ സൗന്ദര്യം? അങ്ങനെ പറയും, എളുപ്പത്തിൽ പറയാം. നിരുക്തത്തിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പം അങ്ങേ കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ സൗന്ദര്യവാനാണ്. എന്താ അർത്ഥം? ആകാരമാണോ? അല്ല. എന്താണത്? അതെനിക്ക് ഒരു ഫീലാണല്ലോ ശരിക്കും. അപ്പം എവിടെയാണ് ഫീൽ വരുന്നത്? അങ്ങയുടെ ഫീൽ എവിടെയാണ്? ഇങ്ങനെയാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങയുടെ ഒരു സമുദ്രത്തിലേക്ക് പോവുകയോ ഒരു ഗാർഡനിൽ പോകുമ്പോഴോ ചില വ്യക്തികളെ കാണുമ്പോഴോ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങേ കാണുന്ന സമയത്ത് അങ്ങേക്ക് ഒരു ഫീൽ വരും അല്ലേ? ഈ സാധനത്തെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമ്മൾ സമുദ്രത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു ആർദ്രത വരും അല്ലേ? ഒരു ഫീൽ വരും. ഓ ഇത് ഭംഗിയാണല്ലേ. എവിടെ തട്ടിയത്? മനസ്സിൽ. ഒരു അമ്മയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മടിയിൽ കിടക്കുമ്പോൾ നമ്മളുടെ ഒരു ഫീൽ വരും, ആർദ്രത വരും. ആർദ്രതയാണ് ഈ സാധനം ഉണ്ടാക്കുന്നതിനെയാണ് സൗന്ദര്യം എന്ന്. അതുകൊണ്ട് ഉന്തക്ലേതനെ, ഹൃദയത്തെ ക്ലേദനം ചെയ്യുന്നവൾ ആർദ്രീകരിക്കുന്നത് ആരിലാണോ ആ ചെയ്യിപ്പിക്കുന്നത് എന്താണ്? അതാണ് സൗന്ദര്യം. ഇപ്പോൾ ആസിഡ് ഒഴിച്ചൊരു കുട്ടി വരുന്നുണ്ട്, വിവാഹം കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്ത് കണ്ടിട്ടാ സൗന്ദര്യം? ആ കുട്ടിയെ ചേർത്ത് പിടിക്കുമ്പോൾ എൻ്റെ ഹൃദയം ആർദ്രമാവുന്നുണ്ടെങ്കിൽ സൗന്ദര്യമാണ് അല്ലേ? ഇനി പറയൂ, സൗന്ദര്യലഹരി എന്തായിരിക്കും? ആ ആർദ്രതയെ കൊണ്ടുവരുന്ന മാതൃഭാവം എന്താണോ അതാണ് സൗന്ദര്യലഹരി. അതാണ് ലഹരി. ലഹ അരിഹീതി തദ് ലാതീതി. ആ ആർദ്രതയെ കൊണ്ടുവരുന്ന മാതൃഭാവത്തെ നിങ്ങൾ ജനിപ്പിക്കുന്നത് എന്താ? അത് സൗന്ദര്യലഹരി. ആ മാതൃത്വത്തെ കൊണ്ടുവരുന്നതാണ്. പ്രകൃതിയുടെ സഹജമായ അവസ്ഥയാണത്, ആർദ്രതയാണ്. ഇപ്പോൾ എൻ്റെ വാക്ക് അങ്ങയുടെ ഹൃദയത്തിൽ തട്ടുന്നില്ലേ? ആർദ്രതയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, എൻ്റെ വാക്ക് അങ്ങയുടെ ഹൃദയത്തിൽ തട്ടിയാൽ അങ്ങയുടെ ഹൃദയം ആർദ്രമായാൽ വാക്കിൻ്റെ അർത്ഥമായി. അപ്പോൾ ഓരോ പദത്തിനും അർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ ആ ആർദ്രത ഉണ്ടാവും. അതാണ് സൗന്ദര്യം. അത് വാക്കിലുണ്ട്. എന്തിനു വാക്കിൻ്റെ സൗന്ദര്യം? എന്താ കാരണം? എന്താ രൂപമുണ്ടോ? എന്താ ആർദ്രത? എന്താ സൗന്ദര്യം? അപ്പോൾ ഹൃദയത്തിൽ തട്ടുമ്പോൾ ആർദ്രത ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഓരോ പദത്തിനും. ഇനി പറയും, ഇനി അങ്ങേക്ക് സൗന്ദര്യം എന്നൊരു സാധനം ജീവിതത്തിൽ ഇനി അങ്ങേക്ക് പഠിപ്പിക്കേണ്ട ഉണ്ടോ? കഴിഞ്ഞു. ഉന്ത ക്ലേദനെ, ആർദ്രതയെ കൊണ്ടുവരുന്ന, ക്ലേദനത്തെ കൊണ്ടുവരുന്ന സൗന്ദര്യം കഴിഞ്ഞു. ഇനി നിരുക്തം പറയേണ്ട അങ്ങേക്ക്. വ്യാകരണവും കഴിഞ്ഞു, നിരുക്തവും കഴിഞ്ഞു. ഇനി അങ്ങേക്ക് ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങയുടെ ജീവിതകാല അവസാനം വരെ സംസ്കൃതത്തിലെ സൗന്ദര്യം എന്ന വാക്കറിഞ്ഞു കഴിഞ്ഞു. ഇവിടെ എന്താ കഠിനം? പഠിപ്പിക്കാൻ അറിയാൻ ചേട്ടാ. ഇല്ലെങ്കിൽ അതിൻ്റെ യുക്തിപൂർവ്വം നിങ്ങൾക്ക് പറയാതെ ഇനി വേണമെങ്കിൽ അങ്ങേക്ക് പറയാം സൗന്ദര്യലഹരിയുടെയോ അല്ലെങ്കിൽ സൗന്ദര്യ ശബ്ദത്തിന് ദേവിയെക്കുറിച്ച് പറയുമ്പോൾ ദേവി ഇങ്ങനെയുള്ളതാണ്, ശരീരത്തിൽ ഇങ്ങനെയാണ്, മഞ്ഞപ്പെട്ടുടുത്താണ്. ഇതൊന്നും തന്നെ സൗന്ദര്യമായി ബന്ധപ്പെട്ട് സൗന്ദര്യത്തെ ബോധിപ്പിക്കാൻ നിങ്ങൾ ആഭരണങ്ങളെ ഔചിത്യത്തെ കൊണ്ടുവരുമ്പോഴാണ്. ആഭരണങ്ങളെല്ലാം ഔചിത്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അങ്ങ് ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം വീട്ടിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രമാണോ ഇത്? അല്ല. എന്തുകൊണ്ടാണ് ഇത് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഈ രീതിയിൽ ഇരുന്നത്? അതൊരു പ്രസന്റേഷൻ ആയതുകൊണ്ട്. ഔചിത്യം. എക്സാക്ട്ലി അല്ലേ? അതെ. അപ്പോൾ ഓരോ സാധനങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ദേശകാലാവസ്ഥ അനുസരിച്ചുള്ള ഔചിത്യം കൊണ്ടാണ്. അപ്പോൾ ആഭരണം എന്തായിരിക്കും? ധരിച്ചതെല്ലാം ആഭരണമാണല്ലോ. അപ്പോൾ ആഭരണം എന്തായിരിക്കും? ദേവിയുടെ ഔചിത്യം ആഭരണ. കണ്ഠത്തിൽ ദേവി ആഭരണം ധരിച്ചിട്ടുണ്ടെങ്കിൽ ദേവി വാഗീശ്വരിയാണ്. അതുകൊണ്ട് കണ്ഠത്തിലേ ധരിക്കൂ. ഗതിരൂപിണിയായ ദേവി കാലിലേ ധരിക്കൂ. എന്താ ഔചിത്യം? അതാണ്. അന്നപൂർണയായിരിക്കുന്ന ഭഗവതിയുടെ സാന്നിധ്യം ഇവിടെ ആയതുകൊണ്ട് അവിടെ ആയിരിക്കും ആഭരണത്തിന് വിശേഷത. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്ന പോലെ ദേവതകളിൽ ഇതേപോലെ ഔചിത്യം കാണിക്കാനും മനസ്സിലാക്കാനുള്ളതാണ് ആഭരണങ്ങൾ. അങ്ങ് ഈ വേഷം ധരിച്ച ഞാൻ അടുത്ത ചോദ്യം, യതീഷയിൽ എന്തെങ്കിലും ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എന്നാണ്. കാരണം ഔചിത്യം. അപ്പോൾ ഇതേപോലെ തിരിച്ചറിയുന്നത് യോഗ്യമായ പദങ്ങളെ എങ്ങനെയാണെന്ന് നിരുക്തകാരൻ പറഞ്ഞു തരുന്നതാണ്. ഇത് പഠിപ്പിക്കുകയല്ല, യുക്തിബോധം ഉണ്ടാക്കുന്നതാണ്. ഭയങ്കര ഈസിയാണ്. പറയൂ, ശാസ്ത്രമാണോ കഠിനം? അല്ല, വ്യാകരണമാണോ കഠിനം? നിരുക്തമാണോ? ഞാൻ ആദ്യം വിചാരിച്ചത് നിരുക്താണെന്നാണ്. അതാണ് ശരിക്കും നിരുക്തം. അങ്ങനെയാണെങ്കിൽ ഇതൊരു എന്താ പറയുക,
നിരുക്തം വ്യാകരണത്തെക്കാളും ഡിഫിക്കൽട്ടാണെന്ന് ചിന്തിച്ചിരുന്നാണ് അങ്ങ് ഇത് പറഞ്ഞത്. അതെനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്ക് ചിലപ്പോൾ കുറച്ച് കഠിനമായിട്ട് ഇപ്പോഴും തോന്നുന്നുണ്ടാവും. കാരണം നമ്മൾ ചിലപ്പോൾ നമ്മളെ യാത്രയിലും അങ്ങയുടെ ക്ലാസ്സുകൾ ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടും ഭക്ഷണം കഴിക്കുന്നപ്പോഴും അങ്ങ് ക്ലാസ് എടുക്കാറ് പതിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇതിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ചോദ്യം, ഇങ്ങനത്തെ ഒരു പഠന രീതിയാണോ ശരിക്കും ഇന്നുള്ളത്? അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഡിഫിക്കൽട്ടി പലർക്കും ഫീൽ ചെയ്യുന്നത്. ഇന്ന് ഞാൻ പഠിച്ച അതേ മെത്തഡോളജിയാണ് ഇന്ന് എല്ലാ കുട്ടികളും പഠിക്കുന്നത്. അതായത് ഞാൻ അക്കാഡമിക്കിൽ പഠിച്ചിരിക്കുന്നത്. ഇന്ന് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ സിലബസുകൾ ചുരുക്കി മാറ്റി വന്നപ്പോൾ ഈ പദ്ധതി അങ്ങോട്ട് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു കുമാരസംഭവം ശ്ലോകം കാണാതെ പഠിപ്പിക്കുന്നു, അതിൻ്റെ അർത്ഥം വ്യാഖ്യാനങ്ങൾ ആരെങ്കിലും എഴുതിയിട്ടുണ്ട്, അത് കാണാതെ പഠിക്കുന്നു, എക്സാം എഴുതുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് അത് എങ്ങനെയെന്ന് പറയുകയോ അതിൻ്റെ യുക്തിബോധമോ ഉണ്ടാക്കേണ്ട ഒരവസ്ഥ ഇന്നില്ല. അപ്പോൾ ആശയം അറിയാതെ ആടുക എന്ന് പറയും. അതുകൊണ്ട് ഈ രീതിയല്ല ഇന്ന് പഠിപ്പിക്കുന്നത്. ഈ രീതി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ സിലബസ് നമുക്ക് മാറ്റേണ്ടി വരും, ആ മെത്തഡോളജി മാറ്റേണ്ടി വരും. സിലബസ് നല്ല പുസ്തകത്തൊക്കെ തന്നെ മതിയാവും, പക്ഷേ മെത്തഡോളജി നമ്മൾ പഠിപ്പിക്കുന്ന മെത്തഡോളജി മാറ്റേണ്ടി വരും. ഈ രീതി ഇന്ന് ഇല്ല എന്ന് തന്നെ പറയണം. കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പരമ്പരകളിൽ വളരെ അപൂർവം നിരുക്തം പഠിപ്പിക്കുന്നുണ്ട്, കുറേ ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്നല്ല, പ്രായോഗിക തലത്തിൽ ഇന്നില്ല. ഞാൻ ആരെയും പേരൊന്നും ഇവിടെ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പറയേണ്ട ആവശ്യം എനിക്ക് മലയാള ഭാഷ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ക്ലാസ്മേറ്റ്സൊക്കെ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. ചില അധ്യാപകർ നമുക്ക് പഠിപ്പിക്കുന്നത്, അങ്ങനത്തെ അധ്യാപകർ കേരളത്തിൽ ഒത്തിരി പേരുണ്ട്, അവരൊരിക്കലും സിലബസ് ഓറിയൻറ്റഡ് ആയിരുന്നില്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ബുക്ക് എടുത്ത് തലേ ദിവസം എടുത്ത ക്ലാസ് ആയിരിക്കില്ല നെക്സ്റ്റ് ദിവസം എടുക്കുന്ന പുള്ളി. സത്യം. പക്ഷേ ആ ഒരു വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പരീക്ഷ എഴുതാൻ പഠിക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ തന്നെ അതിന് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്, എല്ലാവർക്കും ആവറേജ് മാർക്ക് എന്നുള്ളതാണ്. നന്നായി ഇരുന്ന് പഠിക്കുന്ന ആൾക്കാർ ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ സാധാരണ കുട്ടികൾക്ക് പോലും, ഞങ്ങളെല്ലാം ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ ആ ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഓരോ എക്സാം കഴിയുമ്പോഴും മാർക്ക് വർദ്ധിച്ചു വരിക എന്നല്ലാതെ കുറയുന്നില്ല. പക്ഷേ ആ സാർ ഒരിക്കലും സിലബസ് ഓറിയൻറ്റഡ് അല്ല. ഈ വിൽ കം ഒരു ഇതെടുക്കും, പുള്ളി പറയും. പിന്നെ ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഇന്നത്തെ നമ്മൾ ഈ എംപോറിയെ കാണാൻ പോകുമല്ലോ, സോളാർ എംപോറിയെ കാണുമ്പോഴും മുകളിലേക്ക് നോക്കിയിരിക്കുന്ന പോലെ സംവെയർ വിൽ ടേക്ക്, എവിടേക്കോ നമ്മൾ കൊണ്ടുപോകും. പക്ഷെ ആ കഥകളൊക്കെ ഓരോ ചോദ്യങ്ങളായിട്ട് വരുന്ന സമയത്ത് സിനിമ കണ്ട് എഴുതുന്ന പോലെ എഴുതാൻ പറ്റും. അപ്പോൾ ഈ മെത്തഡോളജി ഇപ്പം അതുകൊണ്ടാണല്ലോ നമ്മൾ സംസാരിച്ച തുടക്കത്തിൽ ഗുരുകുല വിദ്യാഭ്യാസത്തിന് സംസ്കൃതത്തിൽ വലിയ സാധ്യതയാണുള്ളത്. സത്യം, സംശയമില്ല. പക്ഷേ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവ്, മാതാവ്, പിതാവ് എന്നുള്ള പല കോമ്പിനേഷൻസ് ഒന്നും മാറി. ഇന്നിപ്പോൾ ഭർത്താവ് ആവണമെന്നില്ല ഇൻകം മേക്കർ. പല വീടുകളിലും ഭർത്താക്കന്മാർ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങ് അതിൻ്റെ യുക്തി മാറുന്നില്ല. സാധനം ഒന്ന് തന്നെയാണ്. നമ്മളുടെ ഇവിടെ പുരുഷ സ്ത്രീ എന്ന് പറയുന്നത്, പുരുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മെയിൽ ഓർഗനൈസേഷൻ ഒരു ഇത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പുരുഷൻ എന്ന് പറഞ്ഞാൽ അല്ല അർത്ഥം, പുരേ ശയനം കരോതി, ഇത് പുരുഷ. ഈ പുരം എന്ന് പറയുന്ന ശരീരത്തിൽ ശയനം ചെയ്യുന്നവനെ അർത്ഥമുള്ളൂ. അത് സ്ത്രീയും പുരുഷനൊന്നും അല്ല, നമ്മളാണ് കൊണ്ടുവരുന്നത്, നമ്മളാണ് അതിൽ യുക്തി കൊണ്ടുവന്നിരിക്കുന്നത്. ശാസ്ത്രത്തിൽ അതല്ല. അവിടെ പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ പ്രജ്ഞയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിരുക്തത്തിനാണ് ആക്ച്വലി ഒരു കംപ്ലൈൻസ് വരേണ്ടത് അവിടെയല്ലേ? ശരിക്കും ഇവിടെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രേംജി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഭാഗവതം മാത്രം പഠിച്ചൊരു വ്യക്തിയാണെന്ന് വിചാരിക്കും ഞാൻ. അപ്പോൾ എന്ത് സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഭാഗവതത്തിലൂടെയാണ് ലോകം കാണുക. എല്ലാ ഗ്രന്ഥങ്ങളെയും ഏത് വഴിക്ക് ഞാൻ വ്യാഖ്യാനിക്കും, ഭാഗവതത്തിൻ്റെ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് ഭാഗവതം മാത്രം മതി ലോകത്തിന്. കാരണം ഞാൻ ഭാഗവതം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഗീതയാണെങ്കിൽ ഗീത മാത്രം മതി. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഇൻ്റർപ്രിട്ടേഷൻ എല്ലായ്പ്പോഴും നമ്മളുടെ ആ ബേസ് ചെയ്തിട്ടായിരിക്കും പോവുക. ശാസ്ത്രം ഒരു വലിയൊരു ഏരിയയാണ്. അപ്പോൾ അങ്ങേ സംബന്ധിച്ചിടത്തോളം ഗീത ആവണം നിർബന്ധമില്ല. അങ്ങൊരു സാധാരണക്കാരനാണെങ്കിൽ സാധാരണക്കാരൻ്റെ ഭാഷയിൽ സംസാരിക്കും. അവിടെ ഈ വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാത്തിനെയും ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യും. ഇപ്പം അങ്ങ് എഴുതിയിരിക്കുന്നൊരു പുസ്തകം, അതിന് ഞാൻ എൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത്തെ വിഷയത്തെ അതിലേക്ക് കുത്തിക്കേറിയിട്ട് അതിനനുസരിച്ച് വ്യാഖ്യാനിക്കും. അങ്ങ് എന്താ എഴുതിയെന്നല്ല എന്ന് പറയാം, ശ്രദ്ധിച്ചോളൂ. അതുകൊണ്ട് നമ്മളിപ്പം ഒരു ലളിതാ സഹസ്രം എടുത്താൽ പോലും ഞാൻ എന്താണോ ദേവീനെ മനസ്സിലാക്കിയത് അതിലൂടെ, അതാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതെ, ഇപ്പം അങ്ങ് ദേവി എന്ന് പറയുന്നതുകൊണ്ട് പറയുകയാണ്.
അങ്ങ് മനസ്സിലായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ യതീഷയുടെ ഒരുപാട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും കൂടുതൽ അങ്ങ് ഇത് കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു സാധാരണക്കാരനെ വ്യക്തി. ഞാനൊരു കൃഷ്ണകുമാർ സ്വാമി ഒന്നുമല്ല. ഞാൻ അങ്ങേ അടുത്ത് ഒരു 5ാം ക്ലാസ്സിൽ കിട്ടിയ എന്താ ദേവി എന്ന് ചോദിച്ചാൽ എന്തർത്ഥം പറയും? ഹിമാലയത്തിലിരിക്കുന്നത് അവിടെ ഇവിടെ എന്നൊക്കെ പറയേണ്ടി വരും അല്ലേ? അതെ, ഇങ്ങനെ ഇരിക്കുന്നത്, 4 കാലിലിരിക്കുന്നത്, 8 അതുകൊണ്ടാണ് പലരും കാലിലിരിക്കുന്നത്. നമ്മളെ കളിയാക്കുന്നതും. അതെ, ഇത് സാധാരണ രീതിയിൽ ഒരു പ്രഭാഷകനോ അല്ലെങ്കിൽ ശാസ്ത്രം അറിയാവുന്ന, പദ്ധതി അറിയാവുന്ന ഒരാൾ പറയുകയാണെങ്കിൽ ദീവയതീതി ദേവി, ദൈവദ്യോതനെ, ദ്യോതിപ്പിക്കുന്നവളാണ് ദേവി. എളുപ്പത്തിൽ പറഞ്ഞാൽ ദ്യോതിപ്പിക്കുന്നവളാണ് ദേവി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണല്ലോ. അങ്ങ് ചോദിച്ചില്ലേ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന്. അപ്പോൾ ഒരു ഗുരുനാഥൻ്റെ അടുത്ത്, ഇപ്പോൾ അങ്ങ് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് ദേവി എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പ്രേംജി, ദ്യോതിപ്പിക്കുന്നവൾ, ദൈവം എന്ന ധാതുവിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ദ്യോതിപ്പിക്കുന്നവളാണ് ദേവത അല്ലെങ്കിൽ ദേവി. അടുത്ത ചോദ്യം എന്തായിരിക്കും അങ്ങയുടെ? എന്ത് ദ്യോതിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ പറയാണ് ദേവയതി പ്രവൃത്തി നിവൃത്തിയുപദേശേന യഥാധികാരം വ്യവഹാരയതി ദേവി. എടാ, നിൻ്റെ പ്രവൃത്തി എന്ത് ചെയ്യണം, എന്ത് നല്ലത് ചെയ്യണം, എന്ത് നല്ലത് ചെയ്യരുത് എന്ന് ദ്യോതിപ്പിക്കുന്നവളാണ് ദേവി. അപ്പോൾ എവിടെ ഇരുന്നപ്പോൾ എന്നെ ദ്യോതിപ്പിക്കുക? പുറത്തിരുന്നിട്ട് വരികയാണോ അല്ല അകത്തിരുന്നിട്ടാണോ? അപ്പോൾ വീണ്ടും പറയുകയാണ്, നിനക്കെല്ലാം എപ്പോഴും ദ്യോതിപ്പിക്കുമ്പോൾ നീ ജീവിതത്തിൽ ഇങ്ങനെ ഓടി നടക്കുന്ന ചെയ്യല്ലേ ചെയ്യല്ലേ, നീ മോശം ചെയ്യാൻ പോകുമ്പോൾ ഉള്ളിലിരുന്നൊരു സാധനം പറയുന്നില്ലേ, ചെയ്യരുതേ അപകടമാണേ പറയാറില്ലേ? അപ്പോൾ ഈ സാധനം ജീവിതത്തിൽ ജനിക്കുന്ന നാൾ മുതൽ നമ്മളുടെ കൂടെയുണ്ട്. ഒരു ബോധമുള്ള കാലം മുതൽ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്നത്. ഈ ദ്യോതിപ്പിക്കുന്നവളാണ് ദേവത. അതുമാത്രമാണ് അല്ല, യഥാധികാരം വ്യവഹാരേതി, ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അടിച്ച് പറയിപ്പിച്ച് ചെയ്യിപ്പിക്കാതിരിക്കുന്നവളാണ് ദേവി. വ്യവഹാരത്തിലേക്ക് എത്തിക്കും. എന്നിട്ട് എന്താ ഇന്നലെയൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കയ്യിൽ വരാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത് ഉള്ളിൽ തോന്നിപ്പിച്ചാലും നമ്മളത് ചെയ്യും. അതിനുശേഷം പറയും, ഉള്ളിൽ തോന്നിയതാ വേണ്ടായിരുന്നു അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഉള്ളിൽ തോന്നും, അതിനുശേഷം ചെയ്തതിന് ശേഷം അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറയും അപ്പോഴേ തോന്നിയതാ ചെയ്യണ്ടായിരുന്നു. പക്ഷെ എന്നാലും ചെയ്തു പോയതിൻ്റെ അപകടമാണ്. വീണ്ടും രണ്ടാമത് ചെയ്യും, വീണ്ടും ഇത് 2ാമത്തെ പ്രാവശ്യമാണ്, മനസ്സിൽ തോന്നിയതാ, വൃത്തികെട്ട പണിയായിപ്പോയി. കണ്ടോ? നിങ്ങളൊരു 5 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഉള്ളിലെ തോന്നൽ പറയാതെയാവും, നിൽക്കും. അപ്പോഴാണ് നിനക്കൊന്ന് മനസാക്ഷി ഉണ്ടായില്ലേടാ നിനക്ക് ഇത് ചെയ്യുമ്പോൾ. എന്താ വെച്ചാൽ ഈ ചൈതന്യം നിങ്ങളുടെ ഉള്ളിൽ പറയുന്നത് നിൽക്കും, അക്യുമുലേറ്റഡ് പുണ്യം അല്ലേ? അതെ. അപ്പോൾ അതങ്ങോട്ട് നിന്നു പോകുമ്പോൾ ഒരു ഇങ്ങനെ സാക്ഷിയായിട്ട് നിന്നിട്ട് എല്ലാം ഉള്ളിലൊരു തേങ്ങലോടുകൂടി നമ്മളുടേക്ക് നോക്കും. ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് വിങ്ങൽ തുടങ്ങും. നമുക്കുള്ളിലൊരു തോന്നൽ വരും, എന്തൊരു മനുഷ്യനാണ് നമ്മൾ തന്നെ, ഞാൻ ചെയ്യണ്ടായിരുന്നു. ഈ വിങ്ങലുള്ളിലുണ്ടാവും. അപ്പോൾ ഈ ഉപാസന എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആ സാധനത്തെ നിലനിർത്താനാണ് ഉപാസന. അപ്പോൾ ദേവി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞു കുട്ടിയിൽ മുതൽ ഈ വലിയ ആളെന്ന് പറയുന്ന ഉള്ളിൽ ദ്യോതിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ചൈതന്യമായിരുന്നുകൊണ്ട് ശരിയും തെറ്റും നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ഒരു സാക്ഷിയായി നിൽക്കുന്ന ഒരു ദ്യോതിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും അതിനെ വിളിക്കാം. ഗണപതിയെന്നോ ചാത്തെന്നോ ഭഗവതി എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. അങ്ങയുടെ ദേവത, അങ്ങയുടെ നാമം, അതിൽ പേരുകളൊന്നുമില്ല. പറയുന്നത് എന്തായിരിക്കും? ദ്യോതനാണ്. ആണോ? അതെ അല്ലേ? ഇപ്പോൾ അങ്ങ് പറയുന്നു ഞാൻ ചാത്തനെയാണ് ഭജിക്കുന്നത്, ഞാൻ പറയുന്നത് ഞാൻ ബാലത്രിപുരയാണ്. രണ്ടും ചെയ്യുന്നത് എന്താ? ശരിയും തെറ്റും പഠിപ്പിക്കുന്നവരാണ്. പറയൂ, അങ്ങയുടെ ചാത്തൻ മോശമാണോ, എൻ്റെ ദേവിയാണോ വലുത്? ആത്യന്തികമായിട്ട് സത്തം ഒന്ന് തന്നെയാണ്. കാണുന്ന രീതി അങ്ങ് ചാത്തനായിട്ട് കാണുന്നു, എന്നെ സംബന്ധിച്ച് ഞാൻ ദേവിയായിട്ട് കാണും. ഒന്ന് തന്നെയാണ്. ചെയ്യുന്നത് രണ്ടുപേരും ധർമ്മമാണ്. ഇതിനെ മാറ്റുന്നതും കുറയ്ക്കുന്നതും അങ്ങയുടെ ഭാവമാണ്. ദേവി എന്താണെന്ന് വെച്ചാൽ, ഒരു കൊച്ചുകുട്ടിയെടുത്ത് പറയാം, അമ്മ വരുന്ന സമയത്ത് കാല് തൊട്ട് വിടാൻ പ്രേരിപ്പിക്കുന്ന ഭഗവതി നിൻ്റെ ഉള്ളിലുള്ളതാണ്. ഒരു മോശം കാര്യം വരും, മോശമാണെന്ന് തിരിച്ചറിയിപ്പിക്കുന്നതും അതേ ഉള്ളിലിരിക്കുന്നത് മോശമാണെന്ന് നിങ്ങളെ തോന്നിപ്പിക്കുന്ന ഏത് ശക്തിയാണോ ആ പറയുന്ന പേരാണ് ദേവി. ഇത്രയേ ഉള്ളൂ. ഇനി പറയൂ, എന്താ കഠിനം? ഇങ്ങനെ ഈ ഒരു രീതിയിലൂടെ പഠിക്കുകയാണെങ്കിൽ ഇത് വളരെ ഈസിയാണ്. ഇതാണ് മെത്തഡോളജി. ഇനി ജന്മത്തങ്ങയ്ക്ക് ഇത് പഠിക്കണ്ട. എനിക്കൊന്ന് കേൾക്കുന്ന പ്രേക്ഷകർ പോലും ജീവിതത്തിൽ മറക്കില്ല അത്. ഇല്ല. അവിടെയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മളുടെ ഞാനൊരിക്കലും റിലീജിയസ് ആയിട്ട് പറയുന്നതല്ല, സനാതനധർമ്മം നമ്മൾ ഇപ്പം ഈശ്വരന്മാർ എല്ലാവരുടെയാണ് അല്ലേ? അപ്പം വേറെ മതസ്ഥരുമാണ് നമ്മൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഉത്തരവില്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ എന്തിനെയോ എന്താ പറയുക, ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ഒരു 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 പാതയിലാണെന്ന് നമുക്ക് സ്വയം തോന്നുന്നു ഉത്തരം കിട്ടാണ്ടാവുമ്പോൾ. അവിടെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാനിപ്പോൾ പല ആൾക്കാരും, ഞാൻ വ്യക്തിപരമായിട്ട് പേര് പറയില്ല, ഞാൻ പലപ്പോഴും പല ഗുരുനാഥന്മാരതും പേഴ്സണലായിട്ട് പറഞ്ഞിരുന്നതാണ്, പ്രഭാഷകരും ആചാര്യന്മാരും ഒന്ന് ശ്രമിച്ചാൽ നമുക്കിത് റീട്രാക്ക് ചെയ്യാം യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഇത് വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവി മഹാത്മ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞത്,
ദേവി മഹാത്മ്യത്തെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് വ്യാഖ്യാനിക്കുന്നതിൽ നിങ്ങളൊന്നും കൂടെ ട്രാക്ക് ചെയ്തു വരികയാണെങ്കിൽ കേരളത്തിലെല്ലാവരെയും സംസ്കൃത വ്യാകരണം പഠിപ്പിക്കണം. വ്യാകരണം ഒന്നും അറിയണ്ട. ഇപ്പം ഞാൻ ഇത്ര നേരം പറഞ്ഞ വ്യാകരണം നിരുക്തമാണ്. ഞാൻ വ്യാകരണം നിരുക്തമാണോ പഠിപ്പിച്ചത്, അങ്ങേക്ക് ആശയമാണോ? ആശയം കഴിഞ്ഞു. ഇതാണ് വേണ്ടത്. ഒരിക്കലും മറക്കില്ല. അപ്പോൾ വ്യാകരണം നിരുക്തവും പഠിപ്പിക്കലല്ല, അതിലൂടെ ഉണ്ടാകുന്ന തത്വത്തെ ജീവിതകാലം മുഴുവൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അങ്ങ് ദേവി മഹാത്മ്യത്തിൻ്റെയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം മെത്തഡോളജി പറഞ്ഞു തരാൻ കുറച്ചും കൂടി ഈസിയാവും സാധാരണക്കാർക്ക് മനസ്സിലാവാൻ. ഇപ്പോൾ നമ്മൾ ദേവി മഹാത്മ്യം ആദ്യം പറയുമ്പോൾ സാവർണി സൂര്യതനയോ യോ മനുക്കഥ്യത്തെ അഷ്ടമഹ നിശാമയ തതുത്പത്തി വിസ്തരാത് ഗതതോ മമ, ഇങ്ങനെയാണ് പറയുക. ഇപ്പോൾ കണ്ടീർ മഹാദേവ ശാസ്ത്രി ആയിക്കോട്ടെ, ഒരു 250ഓളം വ്യാഖ്യാനങ്ങളുണ്ട് ഭാരതത്തിൽ നിശാമയ ശബ്ദം. അപ്പോൾ നിശാമയ തീതിവത്, നിശാമയ എന്ന് കേട്ടാലെന്നാണ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ പിന്നെ ശ്രൂയതാം എന്ന് പറഞ്ഞാൽ പോരെ? കേട്ടാലെന്ന് പറഞ്ഞതിന് ഒരു പദം ഉണ്ടല്ലോ അവിടെ, എന്തിനാണ് നിശാമയ എന്ന് പറയുന്നത്? അപ്പോൾ ആ പദം പറയുന്നതിന് ഒരു കാരണമുണ്ട്. അപ്പോൾ പറയുകയാണ്, ആചാര്യൻ പറയുകയാണ്, ആദ്യം ഇരിക്കുകയാണല്ലോ, കുട്ടികൾ പഠിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളണം, ഇത് പഠിക്കാൻ വന്നിരിക്കുന്ന ഒരു യോഗ്യരായ ആളുകളല്ല. എല്ലാം അറിഞ്ഞ് യോഗചര്യയെല്ലാം പഠിച്ച് വേദാന്തര അധികാരിയായിരിക്കുന്നവരല്ല വന്നിരിക്കുക, സാധാരണക്കാരാണ് ആണല്ലോ. അവർക്കാണല്ലോ ഗുരുനാഥൻ വേണ്ടത്. അപ്പോൾ അവർ വന്നിരിക്കുകയാണ്. അപ്പോൾ നിശാമയ കേൾക്കൂ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, നിശാമയ തീതിവ, രാത്രി സഞ്ചരിക്കുന്നത് പോലെ. അപ്പോൾ ഗുരുനാഥരുടെ അടുത്ത് വീണ്ടും ചോദിക്കുകയാണ്, അല്ല ഇതെന്താ നിശാമയ എന്ന് പറയുന്നത് രാത്രി? എടാ പൊട്ട, നീ രാത്രി എങ്ങനെയാടാ സഞ്ചരിക്കുക? ഇരുട്ട് ഉള്ള സമയത്ത്, കണ്ണ് കാണാൻ സമയത്ത് എങ്ങനെ സഞ്ചരിക്കും? അവനവൻ്റെ ഇന്ദ്രിയങ്ങളെ കാതുകൂർപ്പിച്ച് വളരെ കൃത്യമായി നടക്കണം. അതേപോലെയാണ് കേൾക്കേണ്ടത് എൻ്റെ വാക്ക്. അപ്പോൾ എന്താ അർത്ഥം? ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊള്ളണം. രാത്രി സഞ്ചരിക്കുന്നത് പോലെ കൈയും കാലും വെക്കുന്നത് എത്ര ഉള്ളിലേക്ക് അടങ്ങി കൃത്യമായി ഇന്ദ്രിയങ്ങൾ അടക്കുന്നതാണോ അതേപോലെ വേണം ഈ വാക്കുകളെ കേൾക്കാൻ. കണ്ട? അപ്പോൾ പറയുക, എന്തുകൊണ്ട് രാത്രി എന്ന് പറയാതെ നിശ പറഞ്ഞിരിക്കുന്നത്? നടന്നാൽ മാത്രം പോരാടാ പൊട്ട. എന്താ കാരണം? നിശാശബ്ദമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ നിശ? എന്താ? ശോതനൂകരണേ, വിസ്തരിപ്പിക്കുന്നതാണ് ശോധാതു. നേരെ വിപരീതം നിർഗത ശോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നവർ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, വിസ്തരിപ്പിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ പുതിയതായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കും അല്ലേ? രാത്രി എന്താ സംഭവിക്കുക? ഒന്നുമില്ലാതെ മനഃ മിഥ്യാസംയോഗ നിദ്ര, മനസ്സ് മേധയിലേച്ച് എല്ലാം കളഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഒരു വിസ്താരമില്ലാതെ ഉറങ്ങുന്നതാണ് നിശ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ അടയ്ക്കാൻ മാത്രം പോരാ, മനസ്സുകൊണ്ട് പോലും ഒന്നും ചെയ്യരുത്, കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. കണ്ട? ഇപ്പം അങ്ങ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആലോചിച്ച് കൂട്ടുണ്ടാവും, അതുപോലും ചെയ്യാതെ വേണം ഇത് കേൾക്കാൻ. കണ്ട? വല്ലാത്തൊരു അവസ്ഥയിലിരിക്കണം. അതെ. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഇപ്പം അങ്ങ് ഇരിക്കുന്ന പോലെ, അതായത് നമ്മൾ രണ്ടുപേരും മാത്രമാണെങ്കിൽ എൻ്റെ വാക്കുകൾ കേട്ട് ഇന്ദ്രിയങ്ങൾ അടക്കി ഞാൻ പറയുന്ന വാക്കുകളെ മനസ്സിലാക്കി പോകൂ. കാരണം ദേവി മഹാത്മ്യമാണ് പറയുന്നത്. ദേവത എങ്ങനെയാണ് ദ്യോതിപ്പിക്കുന്നതെന്ന് പറയുന്നതാണ് ദേവി മഹാത്മ്യം. അപ്പോൾ ഈ ദേവത അന്തർമുഖമായതുകൊണ്ടും ഇല്ലെങ്കിൽ ബഹിർമുഖവും അന്തർമുഖവും ഒരേ സമയം ഇരിക്കുന്നതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കേട്ടാലെന്ന് ഒരൊറ്റ വാക്കിൽ അധികാര ലക്ഷണം പറഞ്ഞു കഴിഞ്ഞു. കണ്ടോ? ഇത് ശ്രൂയതാം, കേട്ടാലും എന്ന് പറഞ്ഞു വിട്ടാൽ ഈ ആശയം കിട്ടുമോ? ഇനി അങ്ങേക്ക് നിശാമയെ പഠിപ്പിക്കേണ്ട, കഴിഞ്ഞു, മറന്നുമില്ല. ഇനി അടുത്തത് ദേവിയിലേക്ക് ഘടിപ്പിക്കേണ്ട എങ്ങനെയെന്നാണ്. സാവർണി സൂര്യതരയാ മനുഹു, 3 പദങ്ങളാണ്. ഇപ്പോൾ ദേവിയുടെ വിശേഷണം പറയുകയാണ്, ഇച്ഛാജ്ഞാന ക്രിയാസ്വരൂപിണിയാണ് ദേവി. ആദ്യം തന്നെ പറഞ്ഞു ആണല്ലോ, ദ്യോതിപ്പിക്കുന്നത് ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇതെങ്ങനെ വരുന്നത്? സവർണായ അഹപത്യം സാവർണി, സുഷ്ടുഹു വർണ്ണ സവർണ, ഏറ്റവും നല്ല ശുദ്ധമായ വാക്കിൽ നിന്നുണ്ടാകുന്നതാണ് സാവർണി. സുഷ്ടുവായ വാക്ക്, ഏറ്റവും നല്ല ശോഭനമായ വാക്കിലൂടെ എന്താ കിട്ടുക? ഞാനിപ്പോൾ നല്ല വാക്കാണ് അങ്ങേടുത്ത് പറയുന്നത്, എന്താ അങ്ങ് കിട്ടുന്നത്? ജ്ഞാനമാണ്. ആണോ? സംശയമില്ലല്ലോ. ഒരു ഗുരുനാഥൻ നല്ല വാക്ക് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നല്ല വാക്കുകളിൽ നിന്നൂടെ അർത്ഥജ്ഞാനം വന്ന് ജ്ഞാനത്തെ ഉണ്ടാക്കും. അപ്പോൾ ദേവിയുടെ ആദ്യതായി ജ്ഞാനം വന്നു ആണല്ലോ. സൂര്യതനയ, തനയ എന്ന് പറഞ്ഞാൽ തനി വിസ്താരേ, ഇവ അങ്ങയുടെ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നിൽ നിന്ന് വിസ്തരിച്ചവനാരോ അവൻ എൻ്റെ തനയൻ അല്ലേ? എന്നിൽ നിന്നല്ല വിസ്തരിച്ചിരിക്കുന്നത്. അതേപോലെ സൂര്യതനയ, സൂര്യനിൽ നിന്ന് വിസ്തരിച്ചവനെന്തോ അത് സൂര്യതനയൻ. എന്തായിരിക്കും അർത്ഥം? ഞാൻ ആദ്യം പറഞ്ഞു സൂര്യ കർമ്മണി ലോകം പ്രേരയതീതി, സൂര്യ കർമ്മത്തിന് പ്രേരണയാണ് സൂര്യൻ, അതിൽ നിന്ന് വിസ്തരിക്കുന്നത്. ഞാൻ അങ്ങേക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അങ്ങയെ പ്രേരിപ്പിച്ചു, അതുകൊണ്ട് എന്തായിരിക്കും ഉണ്ടാവുക? ക്രിയ അല്ലേ? ഞാനിപ്പോൾ പ്രേം ചെയ്യുക, അത് ചെയ്യുമോ എന്ന് ഞാൻ പ്രേരിപ്പിച്ചു, എന്ത് സംഭവിക്കും? ക്രിയ ചെയ്യും, ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ ദേവി ക്രിയാരൂപിണിയായി ആണോ? ജ്ഞാനമായി, ക്രിയയായി. അടുത്തത് എന്താ? മനുഹു, മനോഹു പത്നി മനുഹു, മനുവിൻ്റെ കൂടെ സഞ്ചരിക്കുക. ഇപ്പുറത്തെ തനയനായിരുന്നു, ഇവിടെ പത്നിയാണ്, കൂടെ സഞ്ചരിക്കുന്ന ആളാണ്. എന്തായിരിക്കും കൂടെ സഞ്ചരിക്കുന്നത്? ദേവിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അറിയാം എന്താന്ന്?
നമ്മളുടെ കൂടെയായിരിക്കും എപ്പോഴും സഞ്ചരിക്കുന്നത്. മന അവബോധനെ, ബുദ്ധിയുടെ കൂടെ എല്ലാം ഇപ്പോഴും ഉണ്ടാകുന്നു മേധാസ്വരൂപിണിയായ ഭഗവതിയാണ്. ബുദ്ധിയിലിരിക്കുന്ന ഇച്ഛാജ്ഞാനം ക്രിയ, ഇച്ഛയാണ് എല്ലാം ഇപ്പോഴും അങ്ങയുടെ മനസ്സിൻ്റെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ടാണ് ദേവി ഇച്ഛാസ്വരൂപിണിയാണ്. മനസ്സ് ഉണ്ടാവണമെങ്കിൽ ഇച്ഛ തേർന്നു വേണം. അതാണ് മേധയിൽ ലയിച്ചാൽ ഉറക്കം, മനസ്സ് മേധയിൽ നിന്ന് മാറിയടിക്കും. ആ ഇച്ഛയാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. മനസ്സുണ്ടോ ഇച്ഛയായിരിക്കുന്ന ദേവി അവിടെയുണ്ട്. അപ്പോൾ ആ 3 വാക്കിലൂടെ എന്തായി? ഇച്ഛാജ്ഞാനം ക്രിയാസ്വരൂപിണിയായ ദേവിയായി. ദേവി മാഹാത്മ്യത്തിൽ ആദ്യത്തെ 3 വാക്കുകൾ പറയുകയാണ് ദേവി ഇച്ഛാജ്ഞാനം ക്രിയാസ്വരൂപിണിയായിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് ഗുരുനാഥൻ്റെ അടുത്ത്, അല്ലേ ഗുരുനാഥ, അപ്പോൾ അങ്ങല്ലേ പറഞ്ഞത് ദേവി ഇതാണോ? സ്വരൂപം എന്ന് മാത്രമേ അല്ലടാ, കഴിഞ്ഞിട്ടില്ല. സാവർണി സൂര്യതനയോ മനുക്കഥ്യത്തെ അഷ്ടമഹ അഷ്ടാനാം പൂരണി ഇതി അഷ്ടമി. 8നെ പൂരിപ്പിക്കുന്നവളാണ്. ഇച്ഛാജ്ഞാനം ക്രിയയും അതോടൊപ്പം തന്നെ 8നെ പൂരിപ്പിക്കുന്നതോളുമായിരിക്കുന്നവളാണ്. ഇപ്പം എന്താ 8 എന്ന് ചോദിക്കുമ്പോൾ പറയാണ് ജ്ഞാനേന്ദ്രിയങ്ങളായിരിക്കുന്ന പ്രധാനപ്പെട്ട 4 ഇന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളായ 5 കൂടെ ചേർന്ന് 8 സ്വരൂപമാണ്. 9 പക്ഷേ സ്വരൂപമായതുകൊണ്ട് 8. ആ ജ്ഞാനത്തിനെ പൂരിപ്പിക്കുന്നവളാണ് ഭഗവതി, ജ്ഞാനേന്ദ്രിയങ്ങളല്ല. അതെ, കറക്റ്റ്. മേധയായി അവൾ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ആ മേധയിലൂടെയാണ് നമ്മൾ ജ്ഞാനത്തെ അറിയിക്കുന്നത്. ആ പൂരിപ്പിക്കുന്ന ആളാണ്. അപ്പം നിങ്ങളുടെ ശരീരത്തിൽ ഇച്ഛാജ്ഞാനം ക്രിയാരൂപിണിയായും ജ്ഞാനത്തിന് അധീശ്വരിയായതുകൊണ്ട് അതിനെ പൂരിപ്പിച്ചുകൊണ്ടും ആ ഭഗവതി കൂടെ തന്നെ ഇരിക്കുന്നത്. അതിൻ്റെ ഉത്പത്തിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി അങ്ങ് ദേവി മഹാത്മ്യം മറക്കൂ, സാവർണി സൂര്യനൊക്കെ വിടും. ഇനി ആശയം ഒന്ന് ചിന്തിച്ച്, അങ്ങയുടെ ഇച്ഛാജ്ഞാന ക്രിയാസ്വരൂപിണിയായിരുന്നു കൊണ്ട് എൻ്റെ ജ്ഞാനത്തിന് അധീശ്വരിയായി മേധയിലിരുന്നു കൊണ്ടിരിക്കുന്ന ആ ഭഗവതിയുടെ സ്വരൂപത്തെ ഞാൻ എന്താ പറയാൻ പോവുകയാണ്. കേൾക്കടാ. ഇതിൽ സംസ്കൃത വ്യാകരണം വേണോ? ഇനി വേണ്ട, കഴിഞ്ഞു. ഭഗവതി എവിടെ ഇരിക്കുക? മേധാരൂപിണിയാണ്. എന്താ അവളുടെ സ്വരൂപം? ഇച്ഛാജ്ഞാന ക്രിയയാണ്. എന്താ സ്വരൂപത്തിലിരിക്കുന്നത്? എൻ്റെ ക്രിയയ്ക്ക് എല്ലാ അധികാരിയായിരുന്നുകൊണ്ട് ദേവനം ചെയ്തുകൊണ്ട് എൻ്റെ ഹൃദയപത്മത്തിലൂടെ അവൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു. ഭഗവതി എന്താ? എൻ്റെ അമ്മയാണ്. ഇതാണ് വ്യാഖ്യാനത്തിൻ്റെ ശൈലി. ഇതിനെ ഘടിപ്പിക്കണോ? ഞാൻ ഇനി ഒറ്റ ശ്ലോകത്തിൽ ഞാൻ വേണമെങ്കിൽ എല്ലാ വിഷയങ്ങളെയും യോജിപ്പിക്കാം. അതായത് ഒരു വിഷയത്തെ നമ്മൾ പറയുമ്പോൾ തന്നെ അതിനെ വിഘടിപ്പിച്ച് വീണ്ടും 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 പറഞ്ഞ് അങ്ങേ കൊണ്ടുപോവാണ്. ഇനി ദേവി വെച്ചാൽ വീണ്ടും ചോദിക്കും. അപ്പോൾ ഭഗവതി തമ്മിലുള്ള എന്താ വ്യത്യാസം? ഞങ്ങൾ ചോദിക്കാൻ നിൽക്കുന്നു. ദേവി, ഭഗവതി, ഈശ്വരി, മഹേശ്വരി, സർവേശ്വരി, ഈ പല പേരുകളുണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? ഇത് തന്നെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദേവി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇത് ശരിക്കും പറഞ്ഞൊരു ഒന്നിൻ്റെ തന്നെ തുടർച്ചയാണത്. ഇത് മനസ്സിലാകണം എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എന്താണെന്ന് മനസ്സിലാവില്ല. എല്ലാം ഒന്നാണെന്നാണ്. കാര്യമെല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തായിരിക്കുന്ന യതിഷയുടെ ഇതായിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രേംജി എന്നും പറഞ്ഞ് വിളിക്കാം. പക്ഷേ അങ്ങ് മറ്റൊരു സ്ഥലത്തിരിക്കുമ്പോൾ ഞാൻ ഈ രീതിയിലായിരിക്കില്ല അങ്ങയെ കാണുക. കാരണം സ്ഥാനം മാറി. സ്ഥലം മാറുന്ന സമയത്ത് ആ റെസ്പെക്റ്റിൻ്റെ ഭാവതലങ്ങൾ മാറും, അല്ലേ? ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോൾ പ്രേംജി എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊണ്ടുവരുമെന്ന് ചോദിക്കാം എനിക്ക്. പക്ഷേ അങ്ങൊരു ഡയറക്ടർ പോസ്റ്റിൽ യതീഷയുടെ ഡയറക്ടറായിട്ടിരിക്കുന്ന സമയത്ത്, ഒരു 4 പേരിരിക്കുന്ന സമയത്ത്, മീറ്റിങ്ങിലിരിക്കുന്ന സമയത്ത് ഞാൻ വന്നിട്ട് ഞാൻ ബാലാനന്ദഭനാണ് പോയി ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയാൻ പറ്റും? ഇല്ല. അപ്പോൾ സ്ഥലകാലം അനുസരിച്ചിട്ടും ആ പൊസിഷൻ അനുസരിച്ച് നമുക്ക് എന്ത് വ്യത്യാസം വരും? കയറ്റിറക്കം വരും. ഇതേ അവസ്ഥ തന്നെയാണ്. ദേവിയുടെ അർത്ഥം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗ ഈശ്വരി, ശ്രീ, ഐശ്വര്യം, വീര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന സാധാരണക്കാർ വിളിക്കില്ലേ, ഭഗവതി എനിക്ക് ഇത് തരണം, എനിക്ക് അത് തരണം എന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ. അതെല്ലാം കൊടുക്കുന്ന അവസ്ഥയിലിരിക്കുന്ന എല്ലാ ദേവിമാരെയും പറയുന്ന പേരാണ് ഭഗവതി. കുറച്ചും കൂടെ തന്ത്രത്തിലേക്ക് യോജിപ്പിച്ചാൽ ആദ്യത്തെ 9 അക്ഷരങ്ങളെ, സ്വരക്രമത്തിലെ 9 അക്ഷരങ്ങളെ യോജിപ്പിച്ചാൽ ആ ഇ ഉ ഊ ഋ ഋ ഈ 9 അക്ഷരങ്ങളെ ഏത് മന്ത്രത്തിൽ കണ്ടോ അത് മുഴുവൻ ഭഗവതിമാരായി കണക്കാക്കാം. ദും ദുർഗായേ നമഃ സ്ഥിതിയാണ്. കാരണം ആ സ്ഥിതിയുടെ കാരണത്തെ ചെയ്യുന്ന ഭഗവതിയാണ് ദുർഗ. അതുകൊണ്ടാണ് ദുർഗാ ഭഗവതി. ദുർഗ ഈശ്വരി എന്ന് വിളിക്കില്ല, ദുർഗാ ഭഗവതി. കത്തിയില്ലേ? ക്ലീം നമഃ ഈകാരമൂർത്തിയാണ്. അപ്പോൾ സ്ഥിതിയിലെ സൃഷ്ടി എന്നുവെച്ചാൽ ആദ്യത്തെ 3 അക്ഷരത്തെ സൃഷ്ടിയായിട്ടും അടുത്ത 3 അക്ഷരത്തെ സ്ഥിതിയായിട്ടും അടുത്ത 3 അക്ഷരത്തെ സംഹാരമായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക. എളുപ്പത്തിൽ പറയാൻ വലിയ രീതിയാണ്. അപ്പോൾ അക്ഷരത്തെ കണ്ടാൽ ദേവത വിന്യാസത്തെ മനസ്സിലാക്കാം. ഇപ്പോൾ ഘ്രൂം നമഃ
കേട്ട് കഴിഞ്ഞാൽ ഉറപ്പിച്ചോളണം ഊകാരമാണ്, സ്ഥിതിയിലെ സംഹാരമൂർത്തിയാണ്. അപ്പോൾ സ്ഥിതിയിലെ മൂർത്തി ഹരി അല്ലെങ്കിൽ വിഷ്ണു, സംഹാരമൂർത്തി രുദ്രൻ. അപ്പോൾ സ്ഥിതിയും സംഹാരവും ചേർന്നവൻ ശാസ്താവ്. ഇപ്പോൾ ഹരിഹരപുത്രൻ, അല്ലാതെ ഹരിയും ആണും ചേർന്നതല്ല. അതായത് ഹരി എന്ന് പറഞ്ഞാൽ വൈഷ്ണവം, ഇല്ലെങ്കിൽ സ്ഥിതി, സംഹാരം ശിവൻ. അപ്പോൾ സ്ഥിതിയിലെ സംഹാരം ഊകാരം, അത് ചെയ്യുന്ന വൃത്തിയുള്ളവൻ ശാസ്താവ്. അതുകൊണ്ട് ഭ്രൂം നമഃ. അല്ലാതെ വിഷ്ണു ആയിരിക്കുന്നവൻ ശിവൻ്റെ കൂടെ ചേർന്നതല്ല തന്ത്രത്തിലെ. അപ്പോൾ അക്ഷരം കണ്ടാൽ മനസ്സിലാക്കും. ഈ 9 വർണ്ണങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഭഗവതിമാർ. അടുത്ത 3 അക്ഷരത്തിൽ ഋ എ ഐ, ഇത് കണ്ടാൽ ഉറപ്പിച്ചുകൊള്ളണം ഈ 9 ക്രിയകളുടെ അധീശ്വരമൂർത്തികളാണ് ഈശ്വരന്മാർ. ഇപ്പോൾ ഐം നമഃ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളണം സംഹാരത്തിന് മുകളിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടാൽ ഉറപ്പിച്ചോളണം സംഹാരത്തിൻ്റെ ഉപരിമൂർത്തിയാണ് ഐകാരമൂർത്തി. അപ്പോൾ ഈ കർമ്മങ്ങളുടെ, ഈ 3 കർമ്മങ്ങളുടെ, അതായത് സംഹാരത്തിൻ്റെ സൃഷ്ടി, സംഹാരത്തിലെ സ്ഥിതി, സംഹാരത്തിൻ്റെ ഉപരി നിൽക്കുന്നവളാണ് ഐം എന്ന മൂർത്തി. ഇതെല്ലാം ഈശ്വരന്മാരാണ്. ഏതിൻ്റെ? ഈ ഭഗവതിമാരെ, ഭഗശബ്ദത്തെ, ശ്രീ, വീര്യം, യശസ്, ഇതിൻ്റെ എല്ലാം അധീശ്വരന്മാരാണ് ഈ 3 എണ്ണം. ഈശ്വരി. ഇനി സർവേശ്വരമൂർത്തി വരെയാണെങ്കിൽ ഓം നമോ നാരായണായ, ഐ കഴിഞ്ഞാൽ ഓകാരമാണ്. അപ്പോൾ ഓകാരം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചുകൊള്ളണം ഈ 3ൻ്റെയും കൂടെ ഈശ്വരനാണ്. അതുകൊണ്ട് സർവേശ്വര. കത്തിയോ? താഴെയുള്ളതിൻ്റെയും മുകളിലിരിക്കുന്ന ഈശ്വരന്മാരെയും മുകളിലിരിക്കുന്നതാണ് സർവേശ്വര. അപ്പോൾ അഷ്ടാക്ഷരി എന്താ വെച്ചാൽ സർവേശ്വരോ ഇത്യർത്ഥ. എന്തിൻ്റെ എല്ലാം? സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും ഈശ്വരിമാരുടെയും മുകളിലിരിക്കുന്നതുകൊണ്ട് സർവേശ്വരമൂർത്തി. കൃത്യമല്ലേ? ഈ 4 എണ്ണത്തിൻ്റെയും മുകളിലേക്ക് വന്നാൽ ഔകാരമൂർത്തിയായി. അപ്പോൾ ഞങ്ങൾ ചതുർമൂർത്തി ഇത്യർത്ഥ, ഈ ഇതിൻ്റെയും കൂടെ മുകളിലിരിക്കുന്നതാണ്. അതുകൊണ്ട് സർവേശ്വരമൂർത്തി. ഔ ഗ്ലൗം നമഃ എന്ന് കണ്ടാൽ ഉറപ്പിച്ചോളണം ഈ 4 എണ്ണത്തിൻ്റെ അധീശ്വരനായിട്ടിരിക്കുന്നവനാണ്. നമഃ സാക്ഷിയാണ്. നമ്മൾ പറയാറുണ്ട് ലളിത സാക്ഷിയാണ്. ഉറപ്പിച്ചോളണം നമഃ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പിച്ചോളണം സാക്ഷി. ശിവോഹം. അപ്പോൾ ഈ ലെയറാണ് ആദ്യത്തെ 9, അതിനുശേഷമുള്ള 3, പിന്നത്തെ 1, പിന്നത്തെ 1. ഈ 16 അക്ഷരങ്ങളിലേക്ക് ഘടിപ്പിച്ചാൽ ആദ്യത്തെ 9 ഭഗവതി, രണ്ടാമത്തെ 3 ഈശ്വരോഹം, അത് കഴിഞ്ഞിട്ടുള്ള സർവേശ്വര, അത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ ചതുർമൂർത്തി, അതിൻ്റെ മുകളിൽ സാക്ഷി, അതിൻ്റെ മുകളിൽ ശിവസ്വരൂപം. ഇത് ഓർത്താൽ മതി. കൃത്യമല്ലേ? തന്ത്രത്തിൽ ഈ അക്ഷരങ്ങളെ കണ്ടാൽ നമുക്കിത് തിരിച്ചറിയാൻ വേറെ ഒരു വഴി വേണ്ട. ഇനി നമുക്ക് ഘടിപ്പിക്കാൻ പറ്റും. ഏതെങ്കിലും മന്ത്രങ്ങളെ യോജിപ്പിക്കണമെങ്കിൽ ഈ അക്ഷരങ്ങളെ യോജിപ്പിച്ചാൽ മതി. അതാണ് ബേസിക്സും. ഐം ഹ്രീം കണ്ട ഐം സംഹാരത്തിൻ്റെ ഉപരിമൂർത്തി, ഹ്രീം ഈകാരമാണ്, സ്ഥിതിയിലെ സൃഷ്ടിയാണ്. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ബാക്കിയുള്ള വ്യഞ്ജനാക്ഷരങ്ങളുടെ നിരൂപണം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവത ഏതിലേക്കൊക്കെയാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കാം. അതാണ് അങ്ങ് എപ്പോഴും അക്ഷരങ്ങൾ പറയുന്നത്. അതെ, അക്ഷരങ്ങളുടെ വിനിയോഗം കട്ടിയില്ലാച്ച ഏകദേശം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നോക്കിയാൽ തന്ത്രമായതുകൊണ്ട് ഇത് എത്ര പേർക്ക് വഴങ്ങുന്ന അറിയില്ല. എന്നാലും വിഷയം വന്നതുകൊണ്ടാണ് തന്ത്രത്തിൽ നമ്മൾ 50 അക്ഷരങ്ങളെ നമ്മൾ വിനിയോഗം ചെയ്യുമ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്. മാതൃക, അക്ഷരം, വർണ്ണം എന്ന് പറയുന്ന 3 വിഭാഗീകരണമുണ്ട്. ഈ 3 തലങ്ങളിൽ ദേവതകളുണ്ട്. സാമാന്യം മാതൃക വേറെയാണ്, അക്ഷരം വേറെയാണ്, വർണ്ണം വേറെയാണ്, ലിപി വേറെയാണ്. പറയുന്നത് ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഈ 3 കോമ്പിനേഷനുകളും ദേവതകളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉച്ചാരണസ്ഥാനം വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളണം. പറയുന്നത് നമാന്നോ കം നമാന്നോ ആയിരിക്കും, പക്ഷേ ധാരണ വേറെ ആയിരിക്കും, മാതൃക വേറെ ആയിരിക്കും, അക്ഷരം വേറെ ആയിരിക്കും, വർണ്ണം വേറെ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെ. അപ്പോൾ ഉച്ചാരണസ്ഥാനം, ഇപ്പോൾ കേരളത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഉച്ചാരണസ്ഥാനം ഭംഭദ്രകാളി നമ ഇങ്ങനെ എടുക്കുക. ഇപ്പം ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട്, ഭം മുകളിലാണല്ലോ എടുത്തിരിക്കുക, ഭകാരമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഭകാരം ഏതാ? ഭംഭദ്രകാളി നമ. ശ്രദ്ധിച്ചോ? ഭംഭദ്രകാളി നമ, 2 ഉച്ചാരണം. അപ്പോൾ ഈ ഭകാരം 2 ഉണ്ടോ? ഇപ്പം നമുക്ക് മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ത്രക്ഷരിയൊക്കെ എടുക്കുമ്പോൾ സോ ഇങ്ങനെ പോകുന്നുണ്ടാവും പറയുമ്പോൾ. ആ ഉച്ചാരണം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് താഴെ അടിക്കും ശരിക്കും. നമ കണ്ടില്ലേ? ഇങ്ങനെയല്ല എടുക്കുക. അപ്പം ഇത് വരുന്നുണ്ട്. ക്ലീം എന്ന് വരണം. നിങ്ങൾ ചൊല്ലി കേട്ടിരിക്കുന്നൊന്ന് ചിന്തിച്ച് നോക്കൂ, എങ്ങനെയാണ് ചൊല്ലുക സാധാരണ? ക്ലീം നമ എല്ലാം ഒരേ ലെയറാ. താഴത്തേക്ക് പോവില്ല. ഊർധ്വത്തിലും പോവില്ല, താഴേക്കും പോവില്ല.
ഉച്ചാരണ സ്ഥാനം എല്ലാം ഒരേ ലെയറിലാണ് നമ്മൾ പോവുക. മന്ത്രാക്ഷരങ്ങൾ അങ്ങനെയല്ല. നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതാണ് ഠ എന്ന് പറഞ്ഞാൽ ഠ എന്ന് വരണം. സാമാന്യ ഭാഷയിൽ വേണം നിർബന്ധമില്ല കേട്ടോ. ഇല്ല, മനസ്സിലായി എനിക്ക്. പക്ഷേ ഉച്ചാരണം കൃത്യമായിരിക്കണം. ഇപ്പോൾ ഗണപതി തന്നെ എനിക്ക് തോന്നുന്നു അങ്ങ് പരമ്പരയിൽ കൂടെ പോകുന്നത് കൊണ്ടും ഒരുപാട് ആൾക്കാർ ദീക്ഷാ സമ്പ്രദായത്തിൽ പോകുന്നത് കൊണ്ടും, ഇപ്പോൾ നമ്മൾ പറയും ശ്രീവിദ്യോപാസന കേരളത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പറയും ഗണപതി ബാല ഇങ്ങനെ കൊടുക്കുന്നത്. വേറെ ഒരു ബാല ഗണപതി വ്യത്യാസം ഉണ്ടാവാം. സാധാരണ ഗുരു ഗണപതി ബാല നമ്മൾ കൊടുക്കും. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഗുരുനാഥൻ്റെ അടുത്ത് രണ്ടുപേര് പഠിക്കാൻ വന്നു. പുറത്ത് പറയരുത് എന്ന് വെച്ചാൽ ഗുരുനാഥൻ്റെ പേര് പറയാറില്ല, അതുകൊണ്ടാണ് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഗണപതി ഒരു ലെറ്ററും കൊണ്ട് രണ്ടാൾക്കാർ വന്നു. അപ്പോൾ വായിച്ചു വെച്ചിട്ട് റെഫറൻസും കൊണ്ട് വന്നോണ്ട് പെട്ടുമല്ലോ. അപ്പോൾ എന്താടോ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളെല്ലാം കുട്ടികളെന്ന് പറഞ്ഞാൽ പഠിച്ചു വരണേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു എന്താ ഇപ്പോൾ കഴിഞ്ഞു വെച്ചപ്പോൾ ഞങ്ങൾ പൂർണ്ണ ദീക്ഷിതരാണെന്ന് പറഞ്ഞു. എടോ പൂർണ്ണ ദീക്ഷിതരൊക്കെ ഈ കുട്ടികളുടെ കൂടെ എങ്ങനെയാണ് ഇപ്പോൾ ഇരുത്തുക? പഠിപ്പിക്കുന്ന ഒരുമിച്ചാവണ്ടേ? എന്നാലിപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നതല്ലേ, ഒരു കാര്യം ചെയ്യാം. എടോ തൻ്റെ ഗണപതി ഒന്ന് വിളിച്ചേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 13 പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ ഗണപതി ഒന്ന് വിളിച്ചേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ഇട്ട് നോക്കി. എടോ തൻ്റെ ഗണപതി ഒന്ന് വിളിക്കടോ, എനിക്കൊന്ന് കാണാൻ വേണ്ടിയാണ്. 3ാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഗം ഗണപതയെ നമ്മുടെ മൂലമാണ്. അച്ഛനെ വിളിക്കാൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പറയല്ല വേണ്ടേ, അച്ഛനെ വിളിക്കാൻ പറഞ്ഞു. അച്ഛനെ വിളിക്കും, തൻ്റെ ഗണപതി വിളിക്കും, ഒന്ന് കാണാനാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പുറകിൽ എഴുതിയിട്ട് പറഞ്ഞു ഇത് ഗുരുനാഥനെ ഏൽപ്പിക്കും, അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലാവും. അച്ഛനെ വിളിക്കും, ഗണപതിയെ വിളിക്കാറാകുമ്പോൾ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു എടാ ഒരു കാര്യം ചെയ്യും, ആ കുട്ടികളൊന്ന് പറഞ്ഞു കൊടുക്കും എന്താണ് നമ്മളുടെ അടുത്ത് വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ. ഇവിടെയാണ് ഗണപതി സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഗുരു ഗണപതി ബാല എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ ഞാൻ ഹിൻഡ് തരികയാണ്. ഇപ്പോൾ ഞങ്ങൾ തൃപ്പൂണിത്തുറക്കാരാണ്. ഞങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ? ഇങ്ങനെ നമ്മളൊരു സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ ഭാഷ ഞങ്ങൾ ഭയങ്കര ഒരു ഡപ്പയിൽ കല്ല് കുലുക്കുന്നവരെ ഞങ്ങളുടെ ഭാഷയാണ്. അതെ, കല 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 എന്ന് പറഞ്ഞ ഭാഷയാണ് നമ്മളുടെ തൃപ്പൂണിത്തുറക്കാരുടെ ഭാഷയാണ്. അതായത് കൊളോക്കിയൽ ലാംഗ്വേജ് ചേർത്താണ്. അതാ ഇതേമാതിരിയാണ് നമ്മുടെ തൃപ്പൂണിത്തുറക്കാരുടെ ഭാഷ, കണ്ടില്ലേ? പക്ഷേ ഉപാസനാക്രമത്തിലേക്ക് വരുമ്പോൾ അതേ ഭാഷ അതേ രീതി കണ്ടോ, AI അതേ ഭാഷ അതേ സാധനം തന്നെ നിങ്ങൾ പോലും അറിയാതെ കണ്ടോ, പോലും അറിയാതെ അത് വാക്കിൻ്റെ അധീശ്വരിയായിരിക്കുന്ന ദേവതയെ കണ്ഠത്തിലേക്ക് കൊണ്ടുവരണം. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞാൽ മാത്രമേ ആളുകൾക്ക് മനസ്സിലാവൂ ഞാൻ ഭാഷ മാറ്റുന്നുണ്ടെന്ന്. അപ്പോൾ ഉപാസകനാണോ എന്ന് ചോദിക്കേണ്ട, എന്താണോ താൻ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വർത്തമാനം പറയുന്ന ഭാഷ ഒരു സെക്കൻഡിൽ അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് നമസ്കാരം മന്ത്രം പറയാം. ആയിട്ടുണ്ടല്ലോടോ കണ്ടോ, ചോദിക്കണ്ട. ഇത് വരുന്നത് വരെ അടുത്ത മന്ത്രം കൊടുക്കില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൽ തന്നെയാണ് ദേവി ഇരിക്കുന്നത്, കണ്ഠത്തിലാണേ. അതായത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കണ്ഠത്തിൽ ആ ദേവതയുടെ സാന്നിധ്യം വരിക. കണ്ടോ, സാന്നിധ്യം വരിക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നതല്ല, മിമിക്രി അല്ല. അത് മിമിക്രി നിങ്ങൾക്ക് 1 മണിക്കൂറൊക്കെയാണ്. ഇതങ്ങനെയല്ല. നിത്യജീവിതത്തിൽ ഓരോ അക്ഷരത്തിനും എത്ര മാത്രയാണോ അതേ രീതിയിൽ അതേ മാത്രകൾ നോക്കൂ. എൻ്റെ ലോക്കൽ ലാംഗ്വേജിൽ നിന്ന് അതേ മാത്രകളുണ്ട്, എന്നുള്ളതാണ്. അപ്പോൾ അതേ മാത്രയിൽ അതേ രീതിയിൽ തന്നെ നിങ്ങൾ പോലും അറിയാതെ അത് നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഗണപതി സാന്നിധ്യം. അത് വരുന്ന കാലം വരെ നിങ്ങൾക്ക് നിത്യോപാസന കൊണ്ടു നടക്കണം. അതായാലല്ലാതെ അടുത്തൊരു മന്ത്രം തരില്ല. ഇന്ന് നേരെ വിപരീത ക്രമമാണ്. അപ്പോൾ അത് ആചരണം കൊണ്ട് നിങ്ങൾക്കത് ബോധ്യമായാൽ നിങ്ങൾ അടുത്ത മന്ത്രസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകാം. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരം അങ്ങേടുത്ത് ഞാൻ പറഞ്ഞത്, എല്ലാവരുടെ പറയുന്നത് അക്ഷരങ്ങളെ കൃത്യമായി നിർത്തുക.